ഹായ് നമസ്കാരം, ടീച്ച് ടു കോളിലേക്ക് ഇന്ന് നമ്മൾ മലയാളത്തിലാണ് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ട്യൂട്ടോറിയൽ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്യൂട്ടോറിയലാണ്. അതായത് എങ്ങനെയാണ് ഡൊമൈൻ വാങ്ങുന്നത്, അതായത് നമ്മൾ എങ്ങനെയാണ് ഡൊമൈൻ പ്രൊവൈഡറിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ ഡൊമൈൻ വാങ്ങുന്നത്, അതുകൂടാതെ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് നമ്മൾ ഹോസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് വാങ്ങുന്നത്, പിന്നെ അത് എങ്ങനെ നമ്മൾ ഹോസ്റ്റ് ചെയ്യും മുതലായ കാര്യങ്ങളാണ്. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ഈ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ റൈറ്റ് ആയിട്ട് ഫസ്റ്റ് പാർട്ടിലോട്ട് പോകാൻ പോവുകയാണ്. ആദ്യമായി ഞാൻ എൻ്റെ ഓപ്പൺ ചെയ്തു, ഐ ഓപ്പൺ മൈ ക്രോം ഓപ്പൺ ചെയ്തു. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമുക്ക് ഡൊമൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊരു വീടിൻ്റെ അഡ്രസ്സ് എന്ന പോലെ നമുക്ക് ഡൊമൈൻ വളരെ അത്യാവശ്യമാണ്. അതൊരു അഡ്രസ്സ് എന്ന രീതിയിലാണ് നമ്മൾ ഡൊമൈനെ കാണുന്നത്. അതുകൂടാതെ നമ്മൾ ഹോസ്റ്റിംഗ് സ്പേസിന് ഒരു വീടായിട്ട് കാണുന്നു. അപ്പോൾ ഒരു വീടിൻ്റെ അഡ്രസ്സ് ഇല്ലേ, അതാണ് നമുക്ക് ഡൊമൈൻ വാങ്ങിക്കുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരെണ്ണത്തിന് അഡ്രസ്സ് വേണ്ട. അപ്പം കുറേ കമ്പനീസ് ഡൊമൈൻ പ്രൊവൈഡേഴ്സ് ഉണ്ട്. അവരുടെ കയ്യിലാണ് നമ്മൾ ഡൊമൈൻ വാങ്ങുന്നത്. നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ ഡൊമൈൻ അത്ര കോസ്റ്റ്ലി ഒന്നുമല്ല. ഒരു വർഷം മാക്സിമം പോയ 600-700 രൂപ, ഇതിൽ കൂടുതലാവില്ല. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് കുറച്ച് ഡൊമൈൻ പ്രൊവൈഡേഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ബിഗ് റോക്ക് ഉണ്ട്, ഗോഡാഡി ഉണ്ട്. ഇവരൊക്കെയാണ് ബിഗ് ഫേംസ് ആണ് ഇവർ. അപ്പോൾ നമുക്കൊന്ന് നമ്മൾ നോക്കുന്ന പ്രൈസാണ്. നമ്മൾ ഓരോ സൈറ്റിൽ നോക്കും, പ്രൈസ് എത്രയാണ്. അപ്പം എല്ലാത്തിനും പ്രൈസ് ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ ഡൊമൈനിന് അനുസരിച്ചാണ്. നമുക്ക് .comനാണെങ്കിൽ ഒരു പ്രൈസ് ആയിരിക്കും, .in പ്രൈസ് ആയിരിക്കും, .biz ഉണ്ട്, .org ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളത് .comനാണ് ഏറ്റവും പ്രൈസ് കൂടുതൽ. അപ്പം നമുക്കത് ഫസ്റ്റ് 2 ഡൊമൈൻ, അത് ലീഡിംഗ് ആയിട്ടുള്ള 2 ഡൊമൈൻ പ്രൊവൈഡേഴ്സിനാണ് നമുക്ക് കാണാൻ പോകുന്നത്. ഫസ്റ്റ് ഗോഡാഡി ആൻഡ് ബിഗ് റോക്ക്. അപ്പോൾ ചില ടിപ്സും ട്രിക്സൊക്കെ ഞാൻ പറഞ്ഞുതരാം, പൈസ കുറച്ചിട്ടാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ക്രോം ഓപ്പൺ ചെയ്തു. അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണാൻ പോകുന്നത് എന്താണ്, ഗോഡാഡി വെബ്സൈറ്റിൽ നമുക്ക് നോക്കാം. godaddy.in കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഗോഡാഡി പേജ് ഓപ്പൺ ആയി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡൊമൈൻ ചെക്ക് ചെയ്യണം. അതായത് നമുക്കൊരു വെബ്സൈറ്റ് മനസ്സിലുണ്ട്, അത് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഇതിൽ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെർച്ച് ഡൊമൈൻ ചെക്ക് ഉണ്ടെങ്കിൽ, ലഭ്യമാണെങ്കിൽ നമുക്ക് വാങ്ങാം, ഇല്ലെങ്കിൽ നമ്മൾ വേറെ ഡൊമൈൻ ചെക്ക് ചെയ്ത് നോക്കണം. മെയിൻ ട്രിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മെയിൻ ആയിട്ടുള്ള നല്ല നല്ല ഡൊമൈൻസ് ഒക്കെ വേറെ ഓരോ കമ്പനീസ് വാങ്ങിച്ചു വയ്ക്കും, തേർഡ് പാർട്ടി കമ്പനീസ്. എന്ന് വെച്ചാൽ നമുക്ക് വളരെ അത്യാവശ്യമാണ് ഡൊമൈൻ എങ്കിൽ നമ്മൾ ആ കമ്പനിയെ കോൺടാക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അവർ 600-700 രൂപയ്ക്ക് വാങ്ങിച്ചു. ആ സമയത്ത് അവർ ലഭ്യമായതുകൊണ്ട് അവർ വാങ്ങിച്ചു, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാശ് കൊടുത്ത് വാങ്ങിച്ചു. നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മൾ ഭീകരമായ തുക കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ 1 ലക്ഷമൊക്കെ 2 ലക്ഷമൊക്കെ അവർ ചോദിച്ചാലും നമ്മൾ അത്യാവശ്യക്കാരാണ്, നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പം ഇപ്പം ഡൊമൈൻ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിഞ്ഞൂടാ, വല്ല അറിയാൻ മേലാത്ത ഭാഷയിലോ വല്ല അടിച്ചു കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഡൊമൈൻസ് ഒക്കെ ഓൾറെഡി ടേക്കണാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് നോക്കാം, നമുക്ക് ഒരു ഡൊമൈൻ അടിച്ച് നോക്കാം, അത് ലഭ്യമാണോ ഇല്ലയോ നോക്കാം. അതായത് fastcar.com. ഇതെന്തായാലും കാണില്ല, ഞാൻ ചുമ്മാ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി മാത്രം. ഇങ്ങനെ നോക്കുക. അപ്പം കണ്ടോ, സോറി, fastcar.com is not available. അപ്പോൾ നമ്മൾ അടുത്ത ഡൊമൈൻ ചെക്ക് ചെയ്ത് നോക്കാം. അത് കേരള കോക്കനട്ട് കോക്കനട്ട് tree.com എന്നാണ് നോക്കുക. സെർച്ച് ചെക്കിങ് കൊടുക്കുക. ഓക്കെ, അപ്പം കേരള കോക്കനട്ട് tree.com അവൈലബിൾ ആണ്. കേരള കോക്കനട്ട് tree.in ഉണ്ട് 199 രൂപയ്ക്ക്. പിന്നെ .com 589 രൂപയാണ്. ഓക്കെ, ഇതൊക്കെ ചുമ്മാ വെട്ടിയിട്ടിരിക്കുന്നതാണ് മനുഷ്യനെ പറ്റിക്കാൻ, 989 രൂപ എന്നൊക്കെ. അപ്പം ബാക്കിയുള്ള ഡൊമൈൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ കോൾ പ്രൊഡക്ട്സ് എടുത്ത് നോക്കിയാൽ ഫ്രണ്ട് പേജിൽ തന്നെ ഓരോന്നിൻ്റെ കാര്യങ്ങൾ കാണാം. പ്രൈസ് .biz ഉണ്ട്, അങ്ങനത്തെ എൻ്റെ എത്ര രൂപയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ .com ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. .comന് 589 രൂപയാണ്. അപ്പോൾ ഒരു വർഷത്തേക്കാണിത്. ഒരു വർഷം കഴിയുമ്പോൾ അത് റിന്യൂവൽ വരും. റിന്യൂവൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് വീണ്ടും 589 രൂപയ്ക്ക് പുതുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്ത് ചെയ്യാം, സെലക്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. പ്രൊട്ടക്ട് മൈ പേഴ്സണൽ നോ താങ്ക്സ്, അതൊന്നും വേണ്ട. അപ്പോൾ ഓൾറെഡി എന്നെ ഇഷ്ടം പോലെ ഉണ്ട്, ഇതൊന്നും വേണ്ട. കണ്ടിന്യൂ ടു കാർട്ട് എന്ത് ചെയ്യണം, കണ്ടിന്യൂ ടു കാർട്ട് കൊടുക്കുക. ഓക്കെ, കാർട്ടിലായി 803 രൂപ. 2 ഇയറാണ്. 2 ഇയർ ആണെങ്കിൽ എത്ര, 803 ഉള്ളൂ. 1 ഇയർ ആണെങ്കിൽ നോക്കണം, ചെക്ക് ചെയ്ത് നോക്കണം. 120 രൂപ കണ്ടോ. ഈ 120 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡാഡി എപ്പോഴും ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ 120 രൂപ ഉള്ളൂ.
ഓക്കെ, ആദ്യത്തെ ഒരു തവണ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 120 രൂപ. നമ്മളിപ്പോൾ രണ്ടാമത് പിന്നെ ഒരു തവണ 120 രൂപയ്ക്ക് വാങ്ങിച്ചു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് നമ്മൾ 120 രൂപയ്ക്ക് വാങ്ങുന്ന വെച്ചാൽ നടക്കില്ല. കാരണം ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ, കമ്പ്യൂട്ടറിന് ഫസ്റ്റ് ടൈം, ഒരു അക്കൗണ്ടിന് ഫസ്റ്റ് ടൈം ഒരു തവണ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ 120 രൂപ. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ലോഗിൻ ചോദിക്കും. ഓക്കെ, പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുമ്പോൾ അടുത്ത് നമ്മൾ ഒന്നുകൂടെ സൈനപ്പ് ചെയ്യാൻ പറയും. അപ്പോൾ സൈനപ്പ് ചെയ്തിട്ട് അവർ നോക്കും. അതായത് നമ്മൾ ഫ്രഷ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു 120 രൂപയ്ക്ക് പ്രൊസീഡ് ചെയ്യും. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ കമ്പ്യൂട്ടറിൽ നിന്ന് അവർ IP വെച്ച് നോക്കും എന്തോ സംഭവം ഉണ്ട് അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ആദ്യം കണ്ട 589 രൂപ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്രഷ് രജിസ്ട്രേഷൻ ആണെങ്കിൽ ഒരു വർഷത്തേക്ക് 120 രൂപ ഉള്ളൂ. പിന്നെ ആടെ ഭാവെ പ്രൊമോ കോഡ്. ഈ പ്രൊമോ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കൗണ്ട് കൂപ്പണാണ്. അതായത് നമുക്ക് നെറ്റിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡാഡി പ്രൊമോ കോഡ്സ് ഇങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആക്ടിവിറ്റി കൊടുക്കുക. ഈ ആക്ടിവിറ്റി കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രൊമോ കോഡ് അപ്ലൈ ആവും. ഓക്കെ, അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ കോഡ് ഇവിടെ കാണാൻ പറ്റും. ഇങ്ങനെ നോക്കിയാൽ മതി. ഗോഡാഡി ജൂൺ ഓഫേഴ്സ് പ്രൊമോ കോഡ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രൊമോ കോഡ് കിട്ടും. അല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ഓഫർ കാണാൻ പറ്റും. ഓട്ടോമാറ്റിക്കായിട്ട് ഈ പ്രൊമോ കോഡ് ആ URL എൻകോഡ് ചെയ്തിട്ട് വരും. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോ കോഡ് ആയിട്ട് ഇട്ടാണ് നിങ്ങളിവിടെ പ്രൊമോ കോഡ് പേസ്റ്റ് ചെയ്താൽ മതി. അത് അപ്ലൈബിൾ ആണെങ്കിൽ ഇവിടെ അപ്ലൈ എന്ന് കാണിക്കും, അല്ലെങ്കിൽ എറർ കാണിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോഡാഡി സെറ്റിംഗ്സ്. പിന്നെ ഡയറക്റ്റ് നിങ്ങൾ പോവുക, നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊസീഡ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഗോഡാഡിയുടെ. പിന്നെ അതിനുശേഷം നമ്മൾ പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നമ്മുടെ മെയിലിലേക്ക് നമ്മുടെ ഡൊമൈൻ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾ സൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൊമൈനിൻ്റെ കാര്യങ്ങളൊക്കെ നെയിം സെർവറും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗോഡാഡിയുടെ കാര്യം. ഇനി നമുക്ക് അടുത്തൊരു ഡൊമൈൻ പ്രൊവൈഡറാണ് ബിഗ്രോക്ക്. അപ്പം ബിഗ്രോക്കിൻ്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ഗോഡാഡി 120 ആണ്. ബിഗ്രോക്ക് 99 രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബിഗ്രോക്കിൽ പോവാം. അപ്പോൾ അവിടെ കസ്റ്റമർ സപ്പോർട്ടൊക്കെ ഉണ്ട്. അത് നമ്മൾ എന്താണ് ആ സെയിം ഡൊമൈൻ തന്നെ ഇവിടെ നോക്കാം. അപ്പോൾ അവരുടെ പ്രൈസും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഉണ്ടോ, ഒരു കമ്പാരിസൺ കൊടുക്കുന്നുണ്ട്. ഗോഡാഡി ഇവർക്കില്ലാത്ത എന്താണോ അതൊക്കെ ഇവർക്കുണ്ട്. ഇവർ നേരെ ഗോഡാഡിക്ക് അങ്ങനത്തെ ഇല്ലാന്ന് തോന്നുന്നു, പക്ഷേ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം ഞാൻ ഈ കേരള കോക്കനട്ട് കൊടുത്തു, ഗോ കൊടുത്തു. അന്നേരം എനിക്ക് ഇതുണ്ടോ 639 രൂപ കണ്ടോ. ഫസ്റ്റ് ടൈം രജിസ്ട്രേഷൻ ആണെന്ന് ഓർത്തുകൊണ്ട് അവരിയ്ക്കുന്നതാണ്. ഓക്കെ, ചെക്കൗട്ട് കൊടുത്തു കണ്ടോ 639. ഞാൻ ഈ 639 കൊടുത്തു കണ്ടോ. ഇവിടെയും കൂപ്പൺ കോഡുണ്ട്, നമുക്കിങ്ങനെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത് സൈൻ ഇൻ ചെയ്യാൻ പറയും. വെൽക്കം ബാക്ക്. എനിക്ക് പാസ്വേഡ് ഞാൻ ഓൾറെഡി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സൈനപ്പ് ചെയ്യണം. ഓക്കെ, എന്തായാലും നമ്മൾ ലോഗിൻ ചെയ്യാതെ കയറില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാസ്വേഡ് കൊടുക്കുകയാണ്. ലോഗിൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ ലോഗിനായി. അതിനുശേഷം അവർ ചോദിക്കും ഏതാണ് സംഭവം, നെറ്റ് ബാങ്കിങ് ഓർ ഡെബിറ്റ് കാർഡ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും. നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് കൊടുക്കുക. അതിനുശേഷം ഞാൻ നെറ്റ് ബാങ്കിങ് ഓർ ഡെബിറ്റ് കാർഡ്സ് കൊടുത്തു. അൺസക്സസ്ഫുള്ളി ഓർഡർ സ്പെഷ്യൽ ഓഫർ കൂപ്പൺ വാലിഡോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പെഷ്യൽ ആക്ച്വലി ആ 99 രൂപയുടെ എനിക്ക് പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്തായതുകൊണ്ട് അവർ എറർ കാണിക്കും. ആ കൂപ്പൺ കോഡ് എനിക്ക് പറ്റില്ല. ഞാൻ ആക്ച്വലി ഇത് ക്ലിക്ക് ചെയ്ത് കൂപ്പൺ കോഡിൽ നിന്നാണ് വന്നത്, അപ്പം എനിക്കത് പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇത്ര ഉള്ള കേസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഓക്കെ, അപ്പം കണ്ടോ ആ കൂപ്പൺ കോഡ് കറക്റ്റായിട്ട് നിങ്ങൾ അത്രയും നെറ്റ് ബാങ്കിങ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എവിടെ നിന്നാണ് ലോഗ് ഔട്ട് കൊടുക്കുന്നത്. കണ്ടോ, ഇനിയിപ്പോൾ ഞാൻ ഈ കുക്കീസും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്താൽ മാത്രമേ ഇത് പോകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് സൈനപ്പ് ചെയ്ത് നോക്കുക, ചിലപ്പോൾ നടന്നു. പിന്നെ ഡയറക്റ്റായിട്ട് ആ നെറ്റ് ബാങ്കിങ് അക്കൗണ്ടിലേക്ക് പോകുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഏത് ബാങ്കാണോ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഇഷ്ടമുള്ളത് ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഫോർവേഡ് ചെയ്താൽ മതി. ഇനി മൈ അക്കൗണ്ടിൽ പോവുക. ഓക്കെ, അപ്പം എൻ്റെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കണം. ലോഗിൻ കൊടുത്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് നടന്നോ അപ്പം തന്നെ, അതായത് നിങ്ങൾ ആ നെറ്റ് ബാങ്കിങ് ഓഫ് ചെയ്യുക. അപ്പോൾ തന്നെ നെറ്റ് ബാങ്കിങ് ഡെബിറ്റ് കാർഡ് ആൻഡ് നെറ്റ് ബാങ്കിങ് ചോദിക്കും. നിങ്ങൾ നെറ്റ് ബാങ്കിങ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതിൻ്റെ അകത്ത് ഏത് ബാങ്കാണ്, സ്റ്റേറ്റ് ബാങ്ക് ട്രാങ്കൂർ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് ചെക്കൗട്ട് കൊടുക്കുമ്പോഴത്തേക്കും ഡയറക്റ്റ് നിങ്ങളെ പേയ്മെൻറ്റ് പേജിലോട്ട് പോകും. അതായത് നിങ്ങളുടെ SBT നെറ്റ് ബാങ്കിങ് പേജിലോട്ട് പോകും. അവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും കൊടുക്കുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ തന്നെ അവർ മൊബൈലിൽ ഹൈ സെക്യൂരിറ്റി പാസ്വേഡ് അയച്ചു തരും. നിങ്ങൾ ആ പാസ്വേഡ് അതിനകത്ത് അപ്ലൈ ചെയ്യുക.
ഓക്കെ കൊടുക്കുക. അപ്പോൾ തന്നെ എന്ത് ചെയ്യും, പേയ്മെൻറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ മെയിലോട്ട് ഡൊമൈനിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വരും. അതിനുശേഷം നിങ്ങൾ ആ സൈനപ്പ് ചെയ്ത് വെച്ചിട്ട് ഇതുപോലെ ലോഗിൻ ചെയ്യുക. അന്നേരം ഇവിടെ നിങ്ങളുടെ ആക്റ്റീവ് ആയിട്ടുള്ള എത്ര ഡൊമൈൻസ് വാങ്ങിച്ചോ, അക്കൗണ്ട് വാങ്ങിച്ചോ, ആ ഡൊമൈൻസ് എല്ലാം ഇവിടെ വരും. അപ്പോൾ ഇവിടെ ഇത് പച്ച കത്തി നിൽക്കുന്നതല്ലേ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുള്ള ഡൊമൈൻസ് ആണ്. അതിൻ്റെ എക്സ്പയറി എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ അൺആക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇൻആക്റ്റീവ് ആയിട്ടുള്ളത് അത് നമ്മളിപ്പോൾ സാമ്പിളായിട്ട് അത് രജിസ്റ്റർ ആയിട്ടില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമുക്ക് ഇനി മൈ ബില്ലിങ്സ്, സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം ഇത്രയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ കത്ത് കേട്ടിരുന്നതിന് ഓക്കെ, താങ്ക്സ്. അപ്പം അടുത്ത ട്യൂട്ടോറിയൽ കാണുക. സബ്സ്ക്രൈബ് ടു ടീച്ച് ടു കോഡ്. ഓക്കെ, യൂട്യൂബ് ആണെങ്കിൽ youtube/teach2code/ അപ്പോൾ ഇതാണ് എൻ്റെ യൂസർ. ഓക്കെ, അപ്പം വിസിറ്റ് www.teach2code. മറക്കല്ലേ. ഓക്കെ, ബൈ. സി നെക്സ്റ്റിൽ നമുക്ക് കാണാം.